ഇറാൻ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നതോടൊപ്പം ഇപ്പോൾ GCC രാഷ്ട്രങ്ങളിലും ശക്തമായ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ സൗദി അറേബ്യയിൽ പ്രധാനമായ 2 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് റിയാദിലുള്ള അമേരിക്കൻ എംബസിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഔദ്യോഗികമായി സൗദി അറേബ്യ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് അപായമില്ല. അതേസമയത്ത് എംബസി കെട്ടിടത്തിന് ഡ്രോൺ അടിച്ച് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോയിറ്റേഴ്സ് ഹരീഖ് ഫി സിഫാറ അൽ അമേരിക്കിയ ബിർറിയാദ് ഇസ്ര ഇൻഫിജാർ, റിയാദിലുള്ള അമേരിക്കൻ എംബസിയിൽ സ്ഫോടനമുണ്ടായതിനു ശേഷം വലിയ രൂപത്തിലുള്ള അഗ്നി ഉയർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. വലം തെറുത്ത അത്തല്ലാൻ തഫാസിൽ റസ്മിയ ബിശൈനി ത്വബീഅത്തിൽ ഇൻഫിജാർ ഔ ഹജ്മിൽ അദ്റാർ ഫീമാ ലം തുഅറഫ് ബഅദ മഅലൂമാത്തിൻ അൻ വുഖൂഇ ഇസാബാത്ത്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നതിന് ശേഷം എന്താണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്, അവിടെ എത്രമാത്രം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളുടെ വിശദീകരണം ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അതേസമയത്ത് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായിരിക്കുന്നത് സൗദി അറേബ്യയിലുള്ള മലിക് ഫഹദ് എന്നറിയപ്പെടുന്ന പാലം. ഈ പാലത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നു. ഇത് സൗദി അറേബ്യയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഈ പാലത്തിന് നേരെ ആക്രമണം ഉണ്ടായതുകൊണ്ട് ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളിലൂടെ എല്ലാം ഇപ്പോൾ GCCക്ക്, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇറാൻ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങളുടെ സംരക്ഷണത്തിന്, ഇറാനിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ വലിയൊരു ചോദ്യം അവിടെ നിലനിർത്തുകയാണ്. മാത്രമല്ല, അമേരിക്കക്കെതിരെ ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ജസീറ ചാനലിൽ വരെ ഔദ്യോഗികമായി ഒഫീഷ്യൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക ഇപ്പോൾ പ്രതിരോധിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ്. ഇസ്രായേലിന്റെ മണ്ണിനും അതുപോലെ അവിടെയുള്ള ജനങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ അമേരിക്ക പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അതേസമയം GCC രാഷ്ട്രങ്ങളെ ഒഴിവാക്കുന്നു എന്ന ശക്തമായ ആരോപണം വരികയാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ തന്നെ അമേരിക്കയുടെ ബേസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. റസുത്തന്നൂറയിലുള്ള എണ്ണ റിഫൈനറിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കുവൈത്തിലുള്ള അമേരിക്കയുടെ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ GCC രാഷ്ട്രങ്ങളിൽ നിരന്തരമായി പരക്കെ ഇറാന്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാന്റെ ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടിക്കുക എന്നത് GCC രാഷ്ട്രങ്ങളുടെ മുന്നിൽ വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. കാരണം ഇത് തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. കാരണം ഇപ്പോൾ ഈ യുദ്ധം എല്ലാം നിലനിൽക്കുന്നത് ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അറബ് രാഷ്ട്രങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. അത് ഇന്ന് ഒരുപക്ഷെ ഇറാനെതിരെ ആക്രമിക്കാൻ സാധിച്ചുവെങ്കിൽ നാളെ ഇരകളാകാൻ പോകുന്നത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. ഈ കാര്യം ഇപ്പോൾ വളരെ കൃത്യമായി ഈ അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും മൊസാദിന്റെ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഈ ചാരന്മാർ വലിയ തോതിലുള്ള സ്ഫോടന വസ്തുക്കളുമായിട്ടാണ് പിടിയിലായിരിക്കുന്നത്. അതായത് ഇറാനെതിരെ ആക്രമിക്കാൻ വേണ്ടി സൗദി അറേബ്യയും ഖത്തറിനെയും എല്ലാം ഇറക്കാൻ വേണ്ടി മൊസാദ് തന്നെ ശ്രമിക്കുകയാണ് എന്ന വാർത്തയാണ് ഇതിലൂടെ വരുന്നത്. ഇവരെ കയ്യോടെ സൗദി അറേബ്യയും ഖത്തറും പൊക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോട് യുദ്ധം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. GCC രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് പവറുള്ള രാഷ്ട്രങ്ങളെയാണ്, പ്രതിരോധിക്കാൻ പവറുള്ള രാഷ്ട്രങ്ങളെയാണ് ആവശ്യം. ഈ യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവരെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. യുദ്ധം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലിനെ നീക്കാൻ വേണ്ടി നൽകിയ പണങ്ങൾ, സഹായങ്ങൾ, ഇതിന്റെ എല്ലാം പേരിൽ ഇപ്പോൾ ഈ GCC രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഖേദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.